ശ്രീ സന്ദീപ് വചസ്പതി, അത് മാത്രമല്ല ഈ PM ശ്രീ പദ്ധതി വലിയ വിവാദ സമയത്ത് BJPയുടെ നേതാക്കൾ, പ്രത്യേകിച്ച് K സുരേന്ദ്രനെ പോലെയുള്ള നേതാക്കൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞങ്ങൾ സവർക്കറേയും ഗോൾവക്കറേയും ഒക്കെ പഠിപ്പിക്കും, അത് കേന്ദ്ര തീരുമാനമനുസരിച്ചായിരിക്കും, വിദ്യാഭ്യാസ നയം അങ്ങനെയാണ്, ആ സിലബസിലൊക്കെ മാറ്റം വരുമെന്ന്. അത് ഈ ഒരു വിഷയത്തിന് മൂർച്ച കൂട്ടുകയും ചെയ്തിരുന്നു. ഇപ്പോൾ OK ജയകൃഷ്ണൻ, അദ്ദേഹം ഈ AKSTUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ്, CPIയുടെ അധ്യാപക സംഘടനയാണ്. ഇവർ ശക്തമായിട്ട് ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരെ നിലപാടെടുക്കുന്നവരും PM ശ്രീ പദ്ധതിയെ എതിർക്കുന്നവരുമാണ്. അതേപോലെ തന്നെ SSK ഫണ്ട് തടഞ്ഞു വെക്കുന്നതിനും എതിർപ്പ് കാണിക്കുന്ന ആളുകളാണ്. അദ്ദേഹത്തിന്റെ ആ പ്രതികരണമുണ്ടല്ലോ, അതിനുള്ള മറുപടി. ഇവരുടെ എന്ത് ശക്തം, ഏത് ശക്തം? MN സ്മാരകത്തിൽ 4 പേര് കട്ടൻ ചായം കുടിച്ച് ഇരുന്ന് തീരുമാനിക്കുന്നതാണോ ശക്തം? ഇവരൊക്കെ ആരാണെന്നേ ഞാൻ ചോദിക്കുന്നത്. ഈ ഇന്ത്യ മഹാരാജ്യത്തെ പിറകോട്ട് ഇപ്പൊ അദ്ദേഹത്തിന്റെ വാക്കുകൾ, അദ്ദേഹം ഒരു അധ്യാപകനാണോ എന്ന് ഓർത്ത് എനിക്ക് ലജ്ജയുണ്ട്. സാംസ്കാരിക കേരളം ഇത്തരം അധ്യാപകരെ ഓർത്ത് ലജ്ജിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹം എന്തൊക്കെയാ പറഞ്ഞ, പ്രാചീന ഭാരതത്തെ പറ്റി പഠിച്ചാൽ അങ്ങ് കുഴപ്പമാണെന്നോ? താങ്കളൊക്കെ ഏത് ശിലായുഗത്തിൽ നിന്നാണ് മിസ്റ്റർ വരുന്നത്? പ്രാചീന ഭാരതത്തെ പറ്റി ഇവിടെ പഠിക്കേണ്ടി വരും മിസ്റ്റർ. ഇത് ഇന്ത്യ മഹാരാജ്യമാണ്. ആധുനിക ഭാരതത്തെ പറ്റിയും പ്രാചീന ഭാരതത്തെ പറ്റിയും മധ്യകാല ഭാരതത്തെ എല്ലാവരുടെ പറ്റിയും പഠിക്കട്ടെന്നേ. നിങ്ങൾ എന്തിനാണ് ആശങ്ക? നിങ്ങൾക്ക് എന്താണ് പ്രാചീന ഭാരതം കേൾക്കുമ്പോൾ ഇത്ര അലർജി? എന്താ? താങ്കളോട് ആഹ്വാനം ചെയ്യുന്നുണ്ടായിരുന്നല്ലോ, ഇത്തരം വിദ്യാലയങ്ങളിൽ വിടുന്നവരാണ് ആലോചിക്കേണ്ടത്. താങ്കളൊരു ആഹ്വാനം നടത്തുക. കേന്ദ്ര സിലബസ് പഠിപ്പിക്കുന്ന ഒറ്റ സ്കൂളിൽ ഇടതുപക്ഷത്തിന്റെ ആൾക്കാരെ വീടില്ല എന്ന് പറയാനുള്ള നട്ടല് താങ്കൾക്കുണ്ടോ? സ്വന്തം മക്കളെ താങ്കൾ എവിടെയാണ് പഠിപ്പിക്കുന്നത്? അതെനിക്കറിയില്ല താങ്കൾ എവിടെയാണ് പഠിപ്പിച്ചിട്ടുള്ളതെന്ന്. താങ്കളുടെ CPI ഒരു അധ്യാപകന്റെയും മക്കള് ഈ കേന്ദ്രീയ സിലബസ് പഠിപ്പിക്കുന്നവരോടൊന്നും പഠിക്കുന്നില്ലേ? താങ്കൾക്ക് തന്റെ ഇടമുണ്ടെങ്കിൽ CPI ഒരു പ്രമേയം പാസ്സാക്കുക. ഇടതുപക്ഷത്തിന്റെ ആൾക്കാർ കേന്ദ്ര സിലബസ് പഠിപ്പിക്കുന്ന ഒരു സ്കൂളിലും തങ്ങളുടെ മക്കളെ വിടരുത്. തന്റെ ഇടമുണ്ടോ? നിങ്ങൾ പണ്ട് ഗണപതി ഹോമം വേണ്ടാന്ന് പ്ലീനം ചേർന്ന് CPM പ്രമേയം പാസ്സാക്കിയതുപോലെ, അല്ലെങ്കിൽ പ്ലീനത്തിലെ ആവശ്യം ഉയർന്നത് പോലെ CPIയുടെ അടിയന്തര സംസ്ഥാന കൗൺസിൽ ചേർന്നുകൊണ്ട് ഒരു പ്രമേയം പാസ്സാക്കാൻ പറ്റുമോ? കേന്ദ്ര സിലബസ് പഠിപ്പിച്ച് ഒരു സ്കൂളുകളിലേക്കും ഇടതുപക്ഷ മനസ്സുള്ളവരെ വിടരുത്. തന്റെ ഇടമുണ്ടോ? താങ്കളെ ഞാൻ വെല്ലുവിളിക്കുക. താങ്കളൊരു അധ്യാപകനാണല്ലോ, ഈ ചാനലിൽ വന്ന് ഇത്രയും പറഞ്ഞല്ലോ. താങ്കളെ ഞാൻ വെല്ലുവിളിക്കുന്നു. നട്ടല്ലുണ്ടെങ്കിൽ ഏറ്റെടുക്കും, നട്ടല്ലുണ്ടെങ്കിൽ. പിന്നെ താങ്കളിവിടെ പറഞ്ഞല്ലോ, വന്ദേ ഭാരതിൽ കയറി ഗണഗീതം പാടിയപ്പോൾ ഇത്തരം സ്കൂളുകൾ, സുഹൃത്തെ, NEP നടപ്പാക്കുന്നതിന് മുമ്പ് ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ സ്കൂളുകൾ അന്നും ഇന്നും ഭാരതീയ വിദ്യാനികേതൻ എന്ന് പറയുന്ന RSSന്റെ സംഘടനയ്ക്കുണ്ട്. താങ്കൾ ആ ചരിത്രമൊക്കെ പഠിച്ചിട്ട് വന്ന് സംസാരിക്കേ. അത് NEPയുമായി ഇതിനൊരു ബന്ധമില്ല. ഭാരതീയ വിദ്യാനികേതൻ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ പ്രതിവർഷം ഭാരതത്തിൽ ദേശീയ ബോധമുള്ള, സ്വരാജ്യ സ്നേഹമുള്ള, ഭാരത ഭക്തിയുള്ള കുട്ടികളെ പുറത്തിറക്കുന്നുണ്ട് മിസ്റ്റർ. ഞങ്ങൾക്ക് അതിൽ അഭിമാനമേ ഉള്ളൂ. അതിനൊരു NEP വേണമെന്നില്ല. അപ്പൊ NEPയുടെ ഭാഗമായിട്ടൊന്നുമല്ല വിദ്യാനികേതൻ സ്കൂളുകളുടെ ഉണ്ടായത്. താങ്കൾ തെറ്റിദ്ധരിപ്പിക്കരുത്. അപ്പൊ അതുകൊണ്ട് NEP ഇതുമായിട്ടൊന്നും ബന്ധമില്ല. ഭാരതത്തോട് സ്നേഹമുള്ള കുട്ടികൾ ഇവിടെ വളർന്നു വരും. നിങ്ങൾക്കതിൽ ആശങ്കയുണ്ട്. കാരണം ഭാരത സ്നേഹമുള്ള കുട്ടികൾ ഉണ്ടായാൽ നിങ്ങളുടെ പാർട്ടി കേരളത്തിൽ നിന്നും അപ്രത്യക്ഷമാകും. ഇപ്പോ സ്റ്റേറ്റ്മെന്റ് ഇറക്കാനെങ്കിലും 4 പേര് CPI എന്ന് പറഞ്ഞുണ്ട്. അത്രയേ ഉള്ളൂ. അപ്പൊ ഭാരതത്തെ സ്നേഹിക്കുന്നവരുടെ എണ്ണം കൂടിയതോടുകൂടിയാണ് നിങ്ങളുടെ പാർട്ടി എന്താ പറയുന്നത്, ഒരു ജില്ലയിൽ മാത്രമായിട്ട്, എവിടെയാണ്, തൃശ്ശൂരോ ഏതോ ഒരു ജില്ലയിൽ മാത്രമായി ഒതുങ്ങിയില്ലേ? അത് ഭാരതത്തിലെ സ്നേഹിക്കുന്നവരുടെ എണ്ണം കൂടിയത് കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങളുടെ ചരിത്രം പറയാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഭാരതത്തിന്റെ ചരിത്രം ഞങ്ങൾ പഠിപ്പിക്കുക തന്നെ ചെയ്യും. അതിൽ സവർക്കർ ഉണ്ടാകും, ഭഗത് സിംഗ് ഉണ്ടാകും, ഹെഡ്ഗേവാർ ഉണ്ടാകും, സുഭാഷ് ചന്ദ്രബോസ് ഉണ്ടാകും, ഗാന്ധി ഉണ്ടാകും, ശ്യാം പ്രസാദ് മുഖർജി ഉണ്ടാകും, ചിലപ്പോൾ നിങ്ങളുടെ MN റോയ് പോലും ഉണ്ടായെന്ന് വരും. എല്ലാവരെയും പറ്റി പഠിപ്പിക്കും. ഇവിടെ ജനം തീരുമാനിക്കട്ടെ. അതല്ലാതെ നിങ്ങൾ കുറെ പേരെ അങ്ങ് ഇവരെ പറ്റി പഠിക്കേണ്ടതില്ല എന്ന് നിങ്ങൾ തിട്ടൂരം ഇറക്കിയ പഠിപ്പിക്കാതിരിക്കാൻ ഇന്ത്യ മഹാരാജ്യം നിങ്ങളുടെ തറവാട്ട് സ്വത്താ? OK ജയകൃഷ്ണൻ, അതിനുള്ള മറുപടി. PM ശ്രീ പദ്ധതി നടപ്പാക്കുന്ന കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ ഇടതു മനസ്സുള്ളവരുടെ മക്കളെ പഠിപ്പിക്കാതിരിക്കുമോ? CPI അങ്ങനെ ഒരു തീരുമാനം എടുക്കുമോ എന്ന്? അല്ല, അതിരിക്കട്ടെ. നാവിന് എല്ലില്ലാത്ത, അങ്ങനെ വാചാടോപം നടത്താൻ പറ്റുന്ന ആർക്കും എന്തും വിളിച്ചു പോവാം എന്നുള്ളതല്ല. ഞാൻ ഇന്ത്യക്കാരനാണ്. ഈ ഇന്ത്യയിലെ പൗരന്മാർക്ക് വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവകാശം ഭരണഘടന തന്നതാണ്. നിങ്ങൾ മാറ്റാൻ പോകുന്ന ഭരണഘടനയുണ്ടല്ലോ, അത് പ്രകാരം ഇന്ത്യയിൽ നിലവിലുള്ള ഏത് പൗരനും ഏത് വിദ്യാഭ്യാസവും നടത്തുവാനുള്ള അവകാശമുണ്ട്. അത് അദ്ദേഹം ആദ്യം ഒന്ന് മറച്ചു നോക്കട്ടെ. 2, അദ്ദേഹം പറഞ്ഞതെന്താ, ദേശീയ തലത്തിൽ പഠിപ്പിക്കുന്ന കാര്യം ഇപ്പോഴേതൊക്കെയാ പഠിപ്പിക്കുന്നത്? എന്തേ മധ്യകാല ഇന്ത്യ ഇല്ലാത്തത്? അത് പ്രാചീന ഇന്ത്യ മുമ്പേ പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ. പ്രാചീന ഇന്ത്യ മാത്രമല്ല, അതിനകത്തുനിന്ന് മധ്യകാല ഇന്ത്യയെ എടുത്തു കളഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാ? ആരെയാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? എന്തിനാണ് മുഗളന്മാരെയും സൽത്തനത്തിനെയും ഭയപ്പെടുന്നത്? താങ്കൾ ചോദിച്ചല്ലോ അധ്യാപകന്. പഠിപ്പിച്ചുകൊണ്ടാണ് പറയുന്നത്. നിങ്ങളുടെ ഗോഡ്സെയെ ഞങ്ങൾ പഠിപ്പിക്കില്ല. ഗോഡ്സെയെ പഠിപ്പിക്കുമെന്ന് സുരേന്ദ്രൻ പറഞ്ഞാൽ അത് പഠിപ്പിക്കുവാൻ സൗകര്യമില്ലെന്ന് നട്ടല്ലല്ല തലയുയർത്തി തന്നെ ഞങ്ങൾ പറയും. മറ്റൊന്ന്, ഏതാണ് കേരളത്തിനകത്ത് എന്തിനാണ് സെൻട്രൽ സ്കീമിൽ വിദ്യാലയങ്ങൾ തുടങ്ങിയത്?
സെൻട്രൽ സ്കീമിൽ ഇന്ത്യയിലാകമാനം വിദ്യാലയങ്ങൾ നടത്തുമ്പോൾ അത്തരം വിദ്യാലയങ്ങൾ അതിന്റെ സെൻട്രൽ സ്കീമിൽ ജോലി ചെയ്യുന്നവർക്കും ട്രാൻസ്ഫർ നടക്കുന്നവർക്കും അല്ലെങ്കിൽ അതിൽ പഠിക്കാൻ താല്പര്യമുള്ളവർക്കും ഉള്ള വിദ്യാലയങ്ങളാണ് കേന്ദ്രീയ വിദ്യാലയങ്ങൾ. അതിനകത്ത് ഏതെങ്കിലും കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ അതാ രക്ഷിതാവാണ് ചിന്തിക്കേണ്ടത്. അതിനെ ആഹ്വാനം ചെയ്യേണ്ട കാര്യമില്ല. BJP ആഹ്വാനം ചെയ്താൽ എന്താ നടക്കുമെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. BJP ആഹ്വാനം ചെയ്താൽ നിങ്ങൾ RSSന് വേണ്ടിയിട്ട് എന്ത് പിടിപണി ചെയ്താലും കേരളം അത് രണ്ടു കൈയും കൂടി സ്വീകരിക്കില്ല. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് LDF ഈ ഒരു തീരുമാനമെടുത്തത്. അതിൽ വിരളി പൂണ്ടി എന്തെങ്കിലും വിളിച്ചു പറയുകയല്ല വേണ്ടത്. പക്ഷേ ജയകൃഷ്ണൻ, അങ്ങനെ തീരുമാനമെടുത്തതിന് ശേഷം വിദ്യാഭ്യാസ മന്ത്രി ഇങ്ങനെ തുടർച്ചയായിട്ട് ആ തീരുമാനത്തിനെതിരെ സംസാരിക്കുന്നത് അത് ശരിയാണോ? ഇടതുപക്ഷത്തിന്റെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന ഒന്ന് തന്നെയാണല്ലോ അത്. അല്ല, അത് പരിശോധിക്കേണ്ടത് ഇടതുപക്ഷ മുന്നണിയാണ്. അത് പരിശോധിക്കും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അദ്ദേഹം ശരിയാണ്, ഈ ഒരു തീരുമാനത്തിൽ നിന്നും പൊതുവിദ്യാഭ്യാസ രംഗത്ത് ലഭിക്കേണ്ട തുക നഷ്ടമാകുമോ എന്ന ആശങ്കയുടെ പുറത്ത് അദ്ദേഹം ഈ കാര്യം പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷേ ഞങ്ങൾ പറയുന്നു, PMCയുടെ പുറത്ത് ഈ പണം തടഞ്ഞു വെക്കാൻ കഴിയുകയില്ല. അത് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ഇതിന്റെ ഒരു ഭാഗം നിർദ്ദേശിച്ചതിലൂടെ വ്യക്തമായിരിക്കുകയാണ്. ബാക്കി തുക നിയമപരമായി നമുക്ക് നേടിയെടുക്കാൻ കഴിയും. ശരി, ശ്രീ സന്ദീപ്, താങ്കളുടെ മറുപടി കൂടി കൊണ്ട് അവസാനിപ്പിക്കാം. സന്ദീപ്, ഞാൻ പറഞ്ഞ ഏതെങ്കിലും ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞു ഇവിടെ ആരെങ്കിലും ഗോഡ്സയെ പഠിപ്പിക്കുമെന്ന് പറഞ്ഞു. ഇതാണ് ഇവരുടെ ഒരു കുഴപ്പം. കെ സുരേന്ദ്രൻ ഗോഡ്സയെ പഠിക്കൂ. സാർ ഗോഡ്സെ എന്നല്ല പറഞ്ഞത്, സവർക്കർ. താങ്കൾക്ക് ഇനി ഗോഡ്സെയും സവർക്കറെയും തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല എങ്കിൽ അത് ഞങ്ങളുടെ കുഴപ്പമല്ല. ഗോഡ്സെ വേറെ, സവർക്കർ വേറെ. പിന്നെ ഇന്ത്യയിൽ ആർക്കും ആവശ്യമില്ലെന്നേ. താങ്കൾക്ക് ഇവിടെ ചാനൽ ഫ്ലോറിൽ വന്ന് ഗ്വാ വിളിക്കാനല്ലാതെ ചാനൽ ഫ്ലോറിൽ ഞാൻ ചോദിച്ച കാവലായ ഒരു ചോദ്യത്തിന് താങ്കൾക്ക് തന്റെ ഇടം ഉണ്ടെങ്കിൽ മറുപടി പറ. താങ്കൾ പറഞ്ഞല്ലോ ഇടതുപക്ഷ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന അവിടെ ശാഖ പോകേണ്ട കാര്യമില്ല. തന്റെ ഇടത്തിൽ അല്ലല്ല, സ്കൂൾ അധ്യാപകനായ പോലെ വിവരം കൂടെ വേണമല്ലോ. അയ്യോ, അതിന്റെ പ്രശ്നമാണ് കേട്ടോ. അധ്യാപകന് വിവരദോഷം സംഭവിച്ചാൽ സംസാരിക്കണം. ശരി, താങ്കൾ ഇപ്പോ RSSനെ അങ്ങ് വെല്ലുവിളിച്ചല്ലോ. സ്വന്തം തൃശ്ശൂരിൽ പറ്റിയോ സുഹൃത്തെ? നിങ്ങളുടെ MP തോപ്പിച്ചിട്ടല്ലേ ഞങ്ങൾ അവിടെ MP ആയത്? അപ്പൊ അതുകൊണ്ട് കേരളത്തിന്റെ ഒന്നും അട്ടിപ്പറ അവകാശം എടുക്കണ്ട. സ്വന്തം തൃശ്ശൂരില് നിങ്ങളെ മൂലക്കിരുത്തി അതല്ലേ എല്ലായിടത്തും വന്നുകൊണ്ടിരിക്കുന്ന ആ ബോധ്യമാണല്ലോ. അത് മിസ്റ്റർ തന്റെ ഇടമുണ്ട്. ഞാൻ താങ്കൾ ഒന്നും കൂടെ വിളിക്കും. നട്ടല്ലെന്ന് പറഞ്ഞ സാധനം സുപ്രീം കോടതി പോയി തെളിയിച്ചിട്ട് വാ. വെറുതെ ചാനലിൽ ഇരുന്ന് ബ്ലാബ്ലാ പറയാതെ. നിങ്ങൾ പറഞ്ഞ എന്തെങ്കിലും ആരോപണം ഉണ്ടെങ്കിൽ അതെന്റെ പണിയല്ല. അത് ചെയ്യുമ്പോഴാണല്ലോ ഭയപ്പെട്ടിരിക്കുന്നത്. ശരി, അങ്ങനെ അധ്യാപകനെ പറ്റി പറയുകയാണെങ്കിൽ അധ്യാപകൻ രാഷ്ട്രീയം പറയണ്ട. രാഷ്ട്രീയ പ്രവർത്തകനാണ് രാഷ്ട്രീയമെങ്കിൽ താങ്കൾ മിണ്ടരുത്. താങ്കളുടെ പണി സ്കൂളുകളിൽ പഠിപ്പിക്കലാണ്. താങ്കൾ രാഷ്ട്രീയം പറഞ്ഞാൽ രാഷ്ട്രീയമായ മറുപടി അതവിടെ മടക്കി വെച്ചാൽ മതി. ഞാൻ തീരുമാനിച്ചോളാം. താങ്കളല്ലേ പറഞ്ഞ രാഷ്ട്രീയക്കാരി ചെയ്തോളൂ എന്ന്. രാഷ്ട്രീയക്കാർ ചെയ്യേണ്ട പണി അപ്പൊ അധ്യാപകർ എടുക്കണ്ട. അപ്പൊ പിന്നെ രാഷ്ട്രീയം പറയാൻ രാഷ്ട്രീയക്കാർ വരട്ടെ, അവരോട് പറഞ്ഞോളാം. അധ്യാപകനൊന്നും മറുപടി പറയേണ്ട ആവശ്യമില്ല കേട്ടോ. അധ്യാപകൻ രാഷ്ട്രീയം പറഞ്ഞാൽ രാഷ്ട്രീയം മറുപടി പറയും. കേൾക്കാൻ മനസ്സുണ്ടെങ്കിൽ കേൾക്കണം, ഇല്ലെങ്കിൽ ഇമാതിരി പണിക്ക് വരരുത്. അധ്യാപകനാണെങ്കിൽ അധ്യാപകനെ പണിയെടുക്കണം. രാഷ്ട്രീയം പറഞ്ഞാൽ വന്നാൽ രാഷ്ട്രീയമായ മറുപടി കിട്ടും കേട്ടോ. സന്ദീപ്, ഇത് അല്ല, ഈ SSK ഫണ്ട് തരില്ല എന്ന് പറഞ്ഞ് തടഞ്ഞു വെക്കാൻ എന്തായാലും കേന്ദ്രത്തിന് അധികാരമില്ല. അല്ലാതെ കോടതി അതിനകത്ത് ഇടപെട്ടിട്ടുമുണ്ട്. അപ്പോൾ PM ശ്രീ കാട്ടി SSK ഫണ്ട് തടഞ്ഞു വെക്കുന്നത് അത് ശരിയായ കാര്യമല്ലല്ലോ കേന്ദ്രത്തിന്റെ. അങ്ങനെ ഒരു നടപടി എവിടെയും ഉണ്ടായതായി ആർക്കും അറിയില്ല മഞ്ജുഷ്. ഇതൊക്കെ മന്ത്രി പറഞ്ഞ് ഞാൻ ചോദിക്കും, ഇവര് പറഞ്ഞ പച്ചക്കള്ളങ്ങൾ എത്രയോ പൊളിഞ്ഞിരിക്കുന്നു. കേരളത്തിന് തരാനൊരുന്ന സാമ്പത്തികത്തെ പറ്റി പറഞ്ഞതിന് നിർമ്മലാ സീതാരാമൻ പാർലമെന്റിന് മറുപടി കൊടുത്തോട് പൊളിഞ്ഞു പോയില്ലേ? ഇവർ നിയമസഭയെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്നവരല്ലേ? നിയമസഭയിൽ എഴുന്നേറ്റ് നിന്ന് ബാലഗോപാൽ എന്താ പറഞ്ഞത്? 1,000 കോടി കിട്ടാനുണ്ട്. അവസാനം പ്രേമചന്ദ്രന്റെ സബ്മിഷന് മറുപടിയായി കേന്ദ്ര ധനമന്ത്രി മറുപടി പറഞ്ഞപ്പോൾ അത് മടക്കി വെച്ചില്ലേ? അപ്പൊ ഇവന്മാരാണ് ഇതെല്ലാം പറഞ്ഞ് മടക്കി കക്ഷത്തി വെച്ചുകൊണ്ട് നടക്കുന്നത്. ഞങ്ങൾ പറഞ്ഞ വാക്കിൽ നിന്നൊന്നും പിന്നോട്ട് പോയിട്ടില്ല. അപ്പോ ഇങ്ങനെ PMCയിൽ ഒപ്പിടാത്തത് കൊണ്ട് SSK തന്നില്ല എന്നത് ഈ ശിവൻകുട്ടിയുടെ മാത്രം അഭിപ്രായമാണ്. അതിന്റെ നൂലാമാലകൾ, അതിന്റെ നിയമപരമായ കാര്യങ്ങൾ പുറത്തു വരട്ടെ. അല്ലാതെ ചുമ്മാ എന്തെങ്കിലും പറഞ്ഞാൽ മതിയോ? പൈസ കിട്ടുകയും ചെയ്തു ജയകൃഷ്ണൻ. ഇദ്ദേഹവും പറയുന്നത് അത് തന്നെയാണല്ലോ. ഞങ്ങൾ ഉന്നയിച്ച വിഷയം തന്നെയാണ് ഇദ്ദേഹവും പറയുന്നത്. PMCയുടെ പുറത്ത് എങ്ങനെയാണ് സമഗ്ര ശിക്ഷയുടെ പണം തടഞ്ഞു വെക്കുക? ഇന്നേ വരെ രേഖാമൂലം കേരള സർക്കാരിന് മന്ത്രി പറയുന്നതല്ലേ?
അല്ല, അദ്ദേഹത്തോടൊപ്പം ഉദ്യോഗസ്ഥരും പോകുന്നുണ്ട്, പ്രധാനം കാണുന്നുണ്ട്. അവിടെ മന്ത്രാലയത്തിലുള്ള പോയി പറയുമ്പോഴും നിങ്ങൾ ഒപ്പുവെക്കൂ, പണം തരാം എന്നാണ് അവിടെ എല്ലാ ചർച്ചകളിലും അവരോട് പറയുന്നത്. അതാണല്ലോ ഇവർ പറയുന്നത്. ഞങ്ങളല്ലല്ലോ ചർച്ചക്ക് പോകുന്നവർ അല്ലെങ്കിൽ മന്ത്രി കേന്ദ്രതലത്തിൽ സംസാരിക്കാൻ പോകുന്നവർ അതാണ് പറയുന്നത്. പക്ഷേ ഇപ്പൊ പണം കിട്ടിയല്ലോ. ശ്രീ OK ജയകൃഷ്ണൻ ഇപ്പോൾ പിന്മാറുമെന്ന് തീരുമാനിച്ചപ്പോഴും പണം കിട്ടി. അതാണ് ഇതല്ലേ ആദ്യമോ തുടക്കം മുതൽ ഈ PM ശ്രീ വിഷയത്തിലെ ചർച്ചകൾ തുടങ്ങുന്നത് മുതൽ ഞങ്ങൾ ഉന്നയിച്ച വിഷയം ഇത് തന്നെയല്ലേ. ഇത് രണ്ടും കൂട്ടിക്കുഴക്കേണ്ടതില്ല. സമഗ്ര ശിക്ഷ സെപ്പറേറ്റ് ആണ്. അതിന്റെ തുക ഒന്ന് RT നിയമത്തിന് ലംഘനം കൂടിയായി മാറും എന്നുള്ളത് കൊണ്ട് നിയമപരമായി ഇത് വാങ്ങിച്ചെടുക്കുവാൻ വേണ്ടി കഴിയും എന്നുള്ളതല്ലേ നമ്മൾ ആദ്യം മുതൽ പറയുന്നത്. ആ ഘട്ടത്തിലേക്ക് തന്നെയല്ലേ ഇപ്പോൾ എത്തിച്ചേർന്നത്. അത് മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ. മറ്റൊന്നുകൂടി, ഇത് തരില്ല എന്ന് കേന്ദ്രം PM ശ്രീയിൽ ഒപ്പിടാതെ തരില്ല എന്നുള്ള ഡോക്യുമെന്റ്, എന്തെങ്കിലും സർക്കുലർ, എന്തെങ്കിലും ഓർഡർ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത് പുറത്തുവിടേണ്ടത് പൊതുവിദ്യാഭ്യാസ വകുപ്പാണ്. അത്രേ ഉള്ളൂ. അപ്പോൾ തെറ്റിദ്ധരിപ്പിച്ചത് മന്ത്രിയാണ് അല്ലെ? ശ്രീ OK ജയകൃഷ്ണൻ തെറ്റിദ്ധരിപ്പിക്കുന്നത് മന്ത്രിയാണ്. പൈസ കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് PM ശ്രീയിൽ ഒപ്പിടാനായിട്ട് സമ്മർദ്ദം ചെലുത്തുന്നത് മന്ത്രിയാണ്. മന്ത്രി തെറ്റിദ്ധരിപ്പിക്കുന്നതല്ല. യഥാർത്ഥത്തിൽ കേരളത്തിന് ലഭിക്കേണ്ട 1100 കോടി 1166 കോടി രൂപ അത് ഈ ഇനത്തിൽ കേരളത്തിന് ലഭിക്കേണ്ടതാണ്. അത് തടഞ്ഞു വെച്ച് ഇവിടുത്തെ ഭിന്നശേഷി കുട്ടികൾ മുതൽ ഉള്ള അവർക്ക് വേണ്ട സഹായം തടസ്സപ്പെടുമ്പോഴുള്ള ആശങ്കയും ആകുലതയുമാണ് ബഹുമാനപ്പെട്ട മന്ത്രി പ്രകടിപ്പിക്കുന്നുണ്ടാകുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി, നന്ദി ശ്രീ OK ജയകൃഷ്ണൻ. ശ്രീ സന്ദീപ് വാചസ്പതി, ഇന്ന്